കാര്യം സാധിച്ചതുപോലെ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ എന്നെ തോളത്ത് കൈയിട്ടിട്ട് പറഞ്ഞു, നീ പഠിച്ച ആ ക്ലാസ്സിൽ പണ്ട് ഞാനും പഠിച്ചു വന്നതാണ്, നീ ചെയ്തത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ ഞാൻ ഇപ്പോൾ പിടിപ്പിച്ചു കൊടുത്താൽ നീ വലിയ കള്ളനാകും, ഇനിയും കൂടുതൽ കള്ളത്തരങ്ങൾ ചെയ്യും, തെറ്റു മാത്രമേ ചെയ്യൂ, നീ നന്നാവേണ്ടവനാണ് എന്ന് പറഞ്ഞ അന്ന് ആ പറഞ്ഞ തോമസ് ജോസഫ് സാറിന് ഇന്നും ഞാൻ എനിക്ക് സമയം കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ വിളിച്ച് സംസാരിക്കും. എൻ്റെ ഏറ്റവും നല്ല ഗുരുനാഥന്മാരിൽ, ഞാൻ ഇപ്പോഴും ആദരിക്കുന്ന ഗുരുനാഥന്മാരിൽ സുരേഷ് കുമാർ സാറും തോമസ് ജോസഫ് സാറും ക്യാരി സാറും അങ്ങനെ കുറേ അധികം അധ്യാപകരുണ്ട്. അവരാണ് ഇന്ന് ഞാൻ എന്താണോ അതാക്കിയിട്ടുള്ളത്. ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ നേടാൻ സാധിക്കുന്ന എന്തും നിങ്ങളുടെ ഇപ്പോഴുള്ള അധ്യാപികമാരാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്നത്. ആ വഴിയെ നിങ്ങൾ നടന്നാൽ മാത്രം മതി. കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വഴി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നന്നായിട്ട് അറിയാം. കാരണം ഞാനൊരു നിയമജ്ഞനാണ്. കള്ളത്തരം ചെയ്യുന്നവർക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത് നന്നായിട്ട് അറിയാം. അത് കണ്ടറിഞ്ഞ വ്യക്തിയാണ്. നേർവഴിക്ക് പോയാൽ നമുക്ക് നന്മ നേടാൻ സാധിക്കും, ബഹുമാനം നേടാൻ സാധിക്കും. എന്നെ ഒരു കൂടെ പഠിച്ച ഒരു കൊച്ചു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കുറേ പൈസ ഉണ്ടാക്കണം, എന്നിട്ടൊരു ബെൻസ് കാർ വാങ്ങിച്ചിട്ട് അത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് യാത്ര ചെയ്യണം. ഞാൻ പറയുന്നത് ബോറടിക്കുന്നുണ്ടോ? അല്ല, നല്ല ബഹളം കൂടിയപ്പോൾ ബോറടി കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള സംസാരം കേൾക്കുമ്പോൾ അത് എനിക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് ചോദിച്ചതാ. ബോറടിക്കുന്നുണ്ടെങ്കിൽ നിർത്താം. ബോറടിക്കുന്നുണ്ടോ? ആ, ഓക്കെ. ബോറടിച്ചില്ലാന്നുണ്ടെങ്കിൽ വേഗം തീർക്കാം. അപ്പോൾ ബെൻസ് കാർ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് യാത്ര ചെയ്യണം എന്ന് എന്നോട് എൻ്റെ സഹപാഠി ഈശോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ നന്നായിട്ട് പഠിച്ചാൽ നിന്നെ വിളിക്കാൻ ആരെങ്കിലും വരുമ്പോൾ ഒരു ബെൻസ് കാർ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് നിന്നെ പിക്ക് ചെയ്താൽ മാത്രമേ നിനക്ക് മര്യാദയാവുള്ളൂ എന്നൊരു ചിന്തയുണ്ടാവൂ. അങ്ങനെ ചിന്തിക്കാൻ കഴിയും. എൻ്റെ മുത്തശ്ശൻ്റെ, അതായത് അമ്മയുടെ അച്ഛൻ്റെ സഹോദരൻ, അദ്ദേഹത്തിന് മക്കളില്ല. അദ്ദേഹം എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നമ്മുടെ പേരിൽ എത്ര അക്ഷരങ്ങളുണ്ടോ അതിനേക്കാളും കൂടുതൽ പുറകെ വാലായി വരുന്ന നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ ആ അക്ഷരങ്ങൾ ഉണ്ടാവണം. പഠിച്ച പഠിപ്പിൻ്റെ അക്ഷരങ്ങൾ പേരിൻ്റെ അക്ഷരങ്ങളെക്കാൾ കൂടുതലായിരിക്കണം. ഇന്ന് ധൈര്യമായിട്ട് എനിക്ക് പറയാം, BTech, PGD, PM, BSc, MSc, Applied Psychology, LLB കഴിഞ്ഞിപ്പോൾ LLM ചെയ്യുന്ന ഞാൻ, ഒരു ഡോക്ടറേറ്റും കൂടി ചെയ്യുന്ന ഞാൻ, എനിക്ക് എൻ്റെ രണ്ടാമത്തെ ഡോക്ടറേറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ പേരിൻ്റെ അക്ഷരങ്ങളെക്കാൾ കൂടുതൽ പുറകെ പഠിപ്പിൻ്റെ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞു. എൻ്റെ മുത്തശ്ശൻ്റെ സഹോദരൻ ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം എന്നെ മകനെ പോലെ കണ്ടു. കൊച്ചുമകനാണ്, പക്ഷേ ഒരു മകനെ പോലെ കണ്ടു. ആ വാത്സല്യത്തിൻ്റെ മുന്നിൽ ഞാൻ നമിക്കുകയാണ്. എൻ്റെ അധ്യാപകർ എന്നെ നേർവഴിക്ക് നയിച്ച ആ നന്ദിയുടെ നിമിഷങ്ങൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. ഇന്ന് എന്നെ പഠിപ്പിച്ച, അത് എൻ്റെ അമ്മ മുതൽ ഇപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ഓരോരുത്തർ വരെയുള്ള എൻ്റെ ഗുരുനാഥന്മാർക്ക് ഈ നിമിഷത്തിൻ്റെ പുണ്യം മുഴുവനും അവർക്ക് നൽകിക്കൊണ്ട് എൻ്റെ കൂടെ നിന്ന് എനിക്ക് നേർവഴി കാണിച്ചു തരാൻ എനിക്കിപ്പോൾ എൻ്റെ കൂടെയുള്ള ഗുരുനാഥയായ ദിവ്യ, എൻ്റെ സഹകർമ്മി, എനിക്ക് വഴി കാട്ടി തരുന്നത്, നേർവഴിക്ക് നയിക്കാൻ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് കേൾക്കാനുള്ള നല്ല ബുദ്ധി എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അതിനോടൊപ്പം ഇവിടെ എൻ്റെ അടുത്ത് ആദ്യം തൊട്ട് പറയുന്നുണ്ട്, സാർ ആ പരസ്യം പറയണേ, തീർച്ചയായിട്ടും പറയണേ. ഞാനൊരു വോയിസ് ആർട്ടിസ്റ്റാണ്, അതായത് ശബ്ദം